ത്രിയേക ദൈവത്തിന് സ്തുതി. ഉണർവ് 2025 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുന്നത്തുകുടി കവളങ്ങാട്ടുകുടി പ്രിയപ്പെട്ട പൗലോസേട്ടൻ്റെ ഭവനത്തിനാണ് നമ്മൾ ആയിരിക്കുന്നത്. പൗലോസേട്ടൻ്റെയും മോളി ചേച്ചിയുടെയും വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. അപ്പോൾ ഉണർവ് 2025 രണ്ടുപേർക്കും സ്വാഗതം. നമുക്ക് ആദ്യം ചെയ്യേണ്ട വിശേഷങ്ങളാണ് ചോദിക്കുന്നത്. പേരൊന്ന് പറഞ്ഞോ. പേര് പോലീസ്. വീട്ടുപേര്? കവളങ്ങാട്ടുകുടി. നമ്മള് ജനിച്ച വർഷമോ തീയതി അങ്ങനെ എന്തെങ്കിലും ഓർമ്മയില്ല. അപ്പന്റെ അമ്മയുടെയും പേരൊന്ന് പറയാം. അപ്പന്റെ പേര് ചാക്കോ. ചാക്കോ. അമ്മയുടെ പേര് കുഞ്ഞേലി. അവർക്ക് ജോലി കൂലിപ്പണിയാണ്. ദിവസ വേതനമായിരുന്നു അവർക്ക് കാര്യങ്ങൾ. അമ്മയും അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 4 പേര്. 4 പേരാണ്. 2 പെണ്ണും 2 ആണും. പെങ്ങന്മാരൊക്കെ എവിടെയാ? തൃശ്ശൂരാ. ഒരാള് പടവോട്. പടവോടുണ്ട്. പിന്നെ ഉള്ളത് അനിയനാണ്. പിന്നെ ഉള്ളത് അനിയൻ. ചേട്ടനാണ് മൂത്തത്, ഏറ്റവും മൂത്തത്. താഴെ 3 പേര്. അങ്ങനെ 4 മക്കളാണ് നിങ്ങൾ ഉള്ളത്. വിദ്യാഭ്യാസം ഇല്ല, പോയിട്ടില്ല. അപ്പൊ നമുക്ക് തുടക്കം മുതലേ കൂലിപ്പണിയായിരുന്നു. അപ്പന്റെ കൂടെ തന്നെ ആയിരുന്നു. വീട്ടിലായിരുന്നു. നമ്മള് ഇവിടെ തന്നെ ആയിരുന്നു വീട്. വേറെ സ്ഥലമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയിട്ട് എത്ര നാളായി? 35 വർഷത്തോളായിട്ട് മാറിയോ? ചേച്ചിയുടെ പേരൊന്ന് പറയാവോ? മോളി. സ്വന്തം നാട് അമ്പലപ്പടിക്കയാണ്. മോറക്കാല അമ്പലപ്പടിയാണ്. മോറക്കാല ഇടവകയാണ്. അപ്പന്റെ അമ്മയുടെ പേര് അന്നമ്മയെന്നാണ്. മക്കൾ എത്ര പേരായിരുന്നു നിങ്ങള്? 6 മക്കളാണ്. 5 ആങ്ങളമാരും ഒരു പെണ്ണുമാണോ ഉള്ളത്? വീട്ടില് അപ്പനും അമ്മയ്ക്കും കൃഷിപ്പണി ആയിരുന്നു അതോ കൊയ്യാൻ പോവായിരുന്നു? അന്നത്തെ കാലത്തൊക്കെ പോയിട്ടുണ്ട്? അപ്പന്റെ അമ്മയുടെ കൂടെ ഒക്കെ പോയിട്ടുണ്ട്? ചേച്ചി ഇടി വെട്ടി ഞങ്ങൾ കൊയ്യാൻ പോയ ഇടി വിട്ടു. എന്റെ ആങ്ങളുടെ ഞങ്ങൾ കൊയ്യാൻ കയറി പോന്ന ഇടി വിട്ടു. നമുക്ക് കല്യാണം ഏത് വർഷം നടന്നതെന്ന് ഓർക്കുന്നുണ്ടോ? അത് ഓർക്കല്ല. എവിടെയാ നടന്നത്? ഏത് പള്ളിയിലായിരുന്നു? പള്ളി. കെട്ടിച്ചത് ആരാന്ന് അങ്ങനെ ഓർമ്മയുണ്ടോ? അച്ഛന് ഓർമ്മയില്ല. കുഴപ്പമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. ആ സമയത്തൊക്കെ നമുക്ക് കൂലിപ്പണി തന്നെയായിരുന്നു. ആ വീട്ടിലാ പോയിക്കൊണ്ടിരുന്നത് അല്ലേ? ഒരു വീട്ടില് ആയിരുന്നു പണി. അവിടെ പറമ്പിലായിരുന്നു പണി. അവിടെ തന്നെ പറഞ്ഞു നമ്മളെ ഫൈനാൻസ് അവിടെയായിരുന്നു. ആ വീട്ടിലെ പറമ്പ് കാര്യങ്ങൾ അവിടുത്തെ ഓൾ ഇൻ ഓൾ ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ പോകുന്നു. കല്യാണത്തിന്റെ സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നേ പിന്നെ ചേച്ചി എന്തെങ്കിലും ജോലികൾക്ക് പോയിട്ടുണ്ടോ? കൊയ്ത്തിന്റെ കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല. ഇപ്പൊ എന്തെങ്കിലും? ഇപ്പൊ പോകുന്നില്ല. പണി തുടങ്ങണോ? തൊഴിലുറപ്പോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും പോകാറുണ്ട്? തൊഴിലുറപ്പിന്റെ പോകാറുണ്ട്. ഇപ്പൊ നിലവിൽ എങ്ങും പോകുന്നില്ല. അപ്പൊ നമ്മള് ആ വീടുമായിട്ട് ബന്ധപ്പെട്ട പണികളായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവിടെ എന്തൊക്കെയായിരുന്നു പണികൾ? പ്രധാനമായിട്ട് പാടം ഉണ്ടായിരുന്നു. പാടത്ത് ഒഴിവ് മണി, വരമ്പ് വെക്കല്, അങ്ങനെ പണിയൊക്കെ. പിന്നെ വീട്ടില് പറമ്പില് പണി, അത്യാവശ്യത്തോട് വാഴയുടെ ജാതി അങ്ങനെയുള്ള അന്നത്തെ കാലഘട്ടത്തെ എല്ലാ ഇതും ഉണ്ടായിരുന്നു. പാടത്തെ പണിയൊക്കെ 12 വയസ്സിൽ അവിടെ ചെന്നതാണ്. ബുദ്ധിമുട്ടാണ് പാടത്തെ പണി എന്നൊക്കെ പറഞ്ഞ. വെയിലാണോ ഒരു വെല്ലുവിളി? താഴ്ച, ചെളിയിലേക്ക്. പാടം അവിടെ ആ വീടിനടുത്ത് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് അവിടെ നിന്ന് പിന്നെ മാറി എന്തായിരുന്നു? അവിടെ മാറിയിട്ട് പിന്നെ പങ്ക് കൃഷി ഇത് തന്നെ, നെല്ല് തന്നെ. വേറെ അടുത്തൊരു വീട്ടിലെ പാടം പങ്കിനെടുത്ത്. വേറെ കൂട്ടാളികളൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ തന്നെയായിരുന്നു. അവിടെ വെച്ച് കാലിൽ അട്ട അടിച്ച് കാലിൽ നീര് നിർത്തി പങ്ങാട്ട് കൊണ്ടുപോയി അത് കീറി. ഷുഗർ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ? വേറെ ഒന്നുമില്ല. ഇതാണ് ഈ അട്ട കടിച്ചത്. അപ്പൊ നമ്മൾ അറിഞ്ഞില്ല. അതുള്ള ചോര മൊത്തം ഊറ്റിയെടുത്തപ്പോ നമ്മൾ അറിഞ്ഞത്. കാല് മൊത്തം നീരാണ് കയറി അതങ്ങ് പങ്ങാട്ട് കൊണ്ടുപോയി കീറി. കുറച്ച് കാശ് അവിടെ ചെലവായി. അപ്പൊ നീര് വരുമ്പോഴും അട്ട അവിടെ ഉണ്ട്. ആശുപത്രിയിൽ വെച്ച അട്ടേനെ കളഞ്ഞത്.
ഇപ്പൊ പണിയൊന്നുമില്ല. ഇപ്പൊ സുഖമില്ല. ഇപ്പൊ വേദന ഉണ്ടോ കാലിന്? വേദനയില്ല. ഇപ്പൊ വേദനയില്ല. ഇപ്പൊ നാട്ടിൽ സർജറി കഴിഞ്ഞ പിന്നെ കുഴപ്പമില്ല, വേദന ഇല്ല. ഉണക്കമുണ്ട്. ഷുഗർ ഇപ്പൊ എങ്ങനെയാ നിക്കുന്നത്? ഷുഗർ മരുന്നുണ്ടല്ലേ? മരുന്നുണ്ട്. ആശുപത്രി പഴങ്ങനാടുള്ള ആശുപത്രിയാണ്. ഷുഗറിന്റെ എല്ലാം മരുന്നൊക്കെ അവിടെ നിന്ന് തന്നെയാണ്. അപ്പൊ ഇത് ഡ്രസ് ചെയ്യാനോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോയാൽ മതി ആശുപത്രിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ? ഇതിപ്പോ എത്ര നാളായി ഒരു അട്ട കടിച്ച്? 3-4 കൊല്ലമായി. പിന്നെ നമുക്ക് വേറെ പണിക്കൊന്നും പോകാനും പറ്റാത്ത ഒരവസ്ഥയാണ്. ചേച്ചി എന്തേലും പണിക്ക് ഇപ്പൊ പോകുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ഈ പോയിക്കൊണ്ടിരുന്നു. ഇപ്പൊ ഇത് ചേട്ടനിങ്ങനെ ഇത് വന്നപ്പോ അതും ഞങ്ങൾ രണ്ടുപേരുള്ളൂ, വേറെ ആരുമില്ല. ഇങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. നമുക്ക് വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? വേറെ ആരോഗ്യ പ്രശ്നം അട്ട അടിച്ചതിന്റെ പ്രശ്നമുണ്ട്. ആ പ്രശ്നമുണ്ട്. അട്ട അടിച്ച് ഡയാലിസിസ് ചെയ്ത് ഉണ്ട്. കിഡ്നിക്ക് പ്രശ്നമുണ്ടോ? കംപ്ലൈന്റ്. 2 കിഡ്നിയാണോ ഒറ്റ കിഡ്നി? 2 കിഡ്നിക്കും പ്രശ്നമാണ്. ഡയാലിസിസ് നടക്കുന്നുണ്ട്. ആഴ്ചയിലാണോ അതോ? ആഴ്ചയിലായിരുന്നു. അപ്പൊ ആ ചികിത്സ എവിടെയാപ്പോ? കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഇപ്പോ ഡയാലിസിസ് കാര്യങ്ങൾ നടക്കുന്നത്. മാസത്തിൽ 1 നടക്കുന്നുണ്ട്. വേറെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങള്? ശ്വാസം മുട്ടുണ്ട്. അപ്പോ നമുക്കൊരു 3-4 കൊല്ലം മുമ്പ് നമുക്ക് അട്ട കടിച്ചു. അതിന്റെ ചികിത്സ കാര്യങ്ങള്, അതിന്റെ കൂടെ ഷുഗർ ഉണ്ട്. ഇൻസുലിൻ എടുക്കുന്നുണ്ടോ? ഉണ്ട്. 2 നേരം ഇൻസുലിൻ ഉണ്ട്. അപ്പൊ നമുക്ക് കാലിന്റെ പ്രശ്നം, ഇൻസുലിൻ, അതുപോലെ തന്നെ ശ്വാസം മുട്ട്, കിഡ്നി തകരാറിലാണ്, ഡയാലിസിസ്, അങ്ങനെയൊക്കെ ആയിട്ട് ആശുപത്രിവാസമാണ് അല്ലെ? ആശുപത്രിയായിട്ട് കയറി ഇറങ്ങിയാണ് നടപ്പ്. നമുക്ക് ഇതിന്റെ ഒക്കെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് സഹായിക്കും. നല്ല മനസ്സുള്ളവര് ഒന്ന് സഹായിച്ച് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെ ജീവിത മാർഗം അത് തന്നെയാണ്. നമുക്ക് ഇനിയിപ്പോ ഒരു ജോലി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകല് നടക്കില്ല. നമുക്ക് ഡയാലിസിസിന്റെ ഒരു പ്രശ്നം, കാലിന്റെ ഒരു പ്രതിസന്ധി, അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ശേഷിക്കായാലും പോകാൻ പറ്റില്ല. ചേട്ടനെ തനിച്ചാക്കിയിട്ട് പോക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതിസന്ധി നമുക്കുണ്ട്, മുമ്പിലുണ്ട് അല്ലെ? വരുമാനം മറ്റുള്ളവരുടെ ഒരു സഹായത്താൽ കരുണയാൽ ജീവിച്ചു പോകുന്നു. രണ്ടുപേരെയും പള്ളിയിൽ സ്ഥിരം കാണാറുള്ളതാണ്. പള്ളിയിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതിപ്പോ ദിവസം ഞങ്ങൾക്ക് പോരാൻ പറ്റുള്ളൂ. വണ്ടി ബസ്സിന് കേറാൻ പറ്റില്ല. ഓട്ടോ വിളിച്ചാണ് വരുന്നത്. അപ്പൊ പള്ളിയിൽ ഈ ഒരു പ്രതിസന്ധി, ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും രണ്ടുപേരും വണ്ടിയിൽ ഓട്ടോ വിളിച്ചായാലും പള്ളിയിൽ വരുന്നുണ്ട്. പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കാണാറുണ്ട് ഒരാളാണ്. പക്ഷെ ഇപ്പൊ വരാൻ നമുക്ക് പറ്റണില്ല. ഈ ഒരു നടക്കാൻ പറ്റില്ല. എന്നാലും വരുന്നുണ്ട് ഇടയ്ക്ക്. വണ്ടി കിട്ടൂല, ഓട്ടോ കിട്ടൂല. ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ആരോഗ്യമായിട്ട്? കൈക്കും കാലിലൊക്കെ മുട്ടുവേദനയാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ചികിത്സ വല്ലയിടത്തൊന്നും ഉണ്ടോ? ആശുപത്രികളൊന്നുമില്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ള കുഴമ്പൊക്കെ വെച്ച് നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. നമ്മളൊരു ദിവസം തുടങ്ങിയ എങ്ങനെയാ നമ്മുടെ ഒരു നേരം പോക്ക് എന്താ ഉള്ളത്? നേരം പോക്ക് എന്ന് പറഞ്ഞാൽ TV ഒന്നുമില്ല, റേഡിയോ ഉണ്ട്. ആ റേഡിയോ വെച്ച് റേഡിയോയിലാണ് നമ്മൾ സദാസമയത്തുള്ളത്. TV ഇല്ല. റേഡിയോയില് ഏതാ? എല്ലാം കിട്ടും നമുക്ക്. എല്ലാം കിട്ടും. അതാണ് അതും കേട്ടാണ് നേരം പോക്കുള്ളത്. രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം വരെ രാത്രി 12-1 മണി വരെ റേഡിയോ ഒക്കെ കേട്ട്. റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണ്. റേഡിയോ ഓൺ ചെയ്ത് വെച്ച് കേൾക്കും. അവിടെ കണ്ണു പറഞ്ഞത് ഒരു വർഷം കഴിഞ്ഞ് എനിക്ക് റേഡിയോ പാടാൻ അന്നേരം നോക്കും. അങ്ങനെയാണ് തോന്നുന്നത്. അപ്പൊ ചെറുപ്പം തൊട്ടേ റേഡിയോ ആണ് കൂട്ടുകാരനായിട്ട് കൂടെ എപ്പോഴും ഉണ്ട്. സ്വന്തം സഹചാരി പോലെ റേഡിയോ കൂടെ 2-3 ഇരിപ്പുണ്ട്. ചെറുതരം റേഡിയോ. അപ്പൊ നമുക്ക് ചേച്ചിയുടെ അടുക്കള വിശേഷങ്ങൾ ചോദിക്കാം. എപ്പോ എഴുന്നേക്കും? രാവിലെ വെളുപ്പിനെ എഴുന്നേക്കും. വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മള് ചായയൊക്കെ ഇട്ട് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാവോ? കഞ്ഞി വെച്ച്, കൂട്ടാൻ വെച്ച്, അരയടിച്ച് ഒക്കെ അങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ ആടിനെ തീറ്റ വെട്ടാൻ പോണം, ആടിന് വെള്ളം കൊടുക്കണം, പോയിട്ട് തീറ്റ. നമുക്ക് ആടും കോഴിയും ഉണ്ടല്ലേ? പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ആടും കോഴിയും നമുക്ക് നമ്മുടെ പച്ചനി ചേച്ചി ഉണ്ട്. നമുക്ക് വിറകടുപ്പാണോ അതോ ഗ്യാസ് സ്റ്റൗ ഇല്ല, സ്റ്റൗ അടുപ്പല്ല, വിറകാണ്. നമ്മള് വിറകൊക്കെ എടുത്തോണ്ട് വരണം. മലയിൽ പോയി
തല തന്നെ വിറ്റ് നിന്ന് മുറ്റത്ത് ഇട്ട് കൊത്തി അത്താൻ വെച്ച്. ചേട്ടന് പാടില്ലാത്തതുകൊണ്ട് ചേച്ചി തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യണം. ഒരാഴ്ച ഞാൻ വെറുതെ പോയിട്ട് തീ കത്തിച്ച് തീ കത്തിക്കാൻ രാത്രി എപ്പോഴാ കിടക്കുന്നത് നിങ്ങള്? ഞങ്ങള് വഴിയെ കിടക്കുള്ളൂ. ഉറക്കം വരൂല ചേട്ടന് ഉറക്കം വരാൻ കുറവായതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ മരുന്നും അടുത്തുള്ളവരാണ് വരുന്നത്. വില്ലുമ്മയുടെ മോളാണ് ഇൻസുലിൻ എടുക്കാനായിട്ടൊക്കെ വരുന്നത് അല്ലേ? അത് രാവിലെ വൈകുന്നേരവും വന്ന് എടുക്കും. ഉച്ചക്ക് മരുന്ന് എടുത്തു തരും. മരുന്ന് കൊടുക്കും. അങ്ങനെ ആ മരുന്ന് കഴിച്ചിട്ട് പറ്റണില്ല. ക്ഷീണം കൂടുതല. അങ്ങനെ പിന്നെ പെങ്ങള് വിളിക്കും, അങ്ങനെ പോകാൻ വിളിക്കും. അങ്ങനെ പൗലോസ് മോളി ദമ്പതികളുടെ വിശേഷങ്ങൾ നമ്മൾ കേട്ടറിഞ്ഞു. ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഉണർവ് 2025 പ്രേക്ഷകരോട് ഈ കുടുംബത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഡയാലിസിസും ഷുഗറിൻ്റെ പ്രതിസന്ധികളും കാലിൽ അട്ട കടിച്ചതിൻ്റെ പ്രതിസന്ധികളും ശ്വാസം മുട്ടുമൊക്കെ ആയിട്ട് ഈ പ്രിയപ്പെട്ട പൗലോസേട്ടനും ശാരീരികമായിട്ടുള്ള വേദനകളുമായിട്ട് പ്രിയപ്പെട്ട മോളി ചേച്ചിയൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഇവരുടെ ജീവിതത്തെ ഏതെങ്കിലും വിധത്തിൽ കൈത്താങ്ങലാകുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത് ഏറ്റവും അനുഗ്രഹപ്രദവും നമ്മൾ ചെയ്യുന്ന ഒരു നന്മ പ്രവൃത്തി കൂടിയാണ്. അതിനായിട്ട് ഈ ഒരു എപ്പിസോഡിനെ ഞങ്ങൾ കാണുന്നു, നിങ്ങളുടെ മുമ്പിലേക്ക് അത് വയ്ക്കുകയാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ദൈവവുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഈ പ്രിയപ്പെട്ടവർ, ഇവർ രണ്ടുപേര് മാത്രമേ ഈ കുടുംബത്തിലുള്ളൂ. മറ്റൊരാൾ ഈ കുടുംബത്തിനില്ല. സന്മനസ്സുള്ളവരുടെ ഒരു വലിയ മനസ്സോടുകൂടി അവരുടെ ഒരു സഹായങ്ങൾ കൈപ്പറ്റിയാണ് ഈ കുടുംബം മുന്നോട്ട് ജീവിതത്തിൽ നയിക്കുന്നത്. ഏക വരുമാനം എന്ന് പറയാനായിട്ടൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് അവരുടെ വരുമാന മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഇവരെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഇവരെ സഹായിക്കുവാനായിട്ട് ദൈവം നിങ്ങൾക്ക് നല്ല മനസ്സ് വരുത്തട്ടെ.